ഹായ് ഓൾ. വീണ്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2025 ഇൻ്റർവ്യൂകളിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഷെയർ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത്. വീഡിയോസ് എല്ലാം തന്നെ എവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായും മികച്ച രീതിയിൽ ഉത്തരങ്ങൾ നൽകാൻ, എന്നാൽ കഴിയുന്ന വിധം മികച്ച രീതിയിൽ ഉത്തരങ്ങൾ നൽകാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഏവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് സൈക്കോളജി, എഡ്യൂക്കേഷൻ എന്നീ പോർഷനിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തേത്, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ 4 സ്റ്റേജുകൾ ഏതാണ് എന്നുള്ള ചോദ്യമാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിലേതെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയെല്ലാം ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നതായിരിക്കും. എങ്കിൽ പോലും ഇതിൽ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നൽകാൻ ശ്രമിക്കാം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020, ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 2015 TSR സുബ്രഹ്മണ്യം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിനൊരു ആരംഭം കുറിച്ചത്. തുടർന്ന് 2019 ഡോക്ടർ കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനൊരു രൂപരേഖ തയ്യാറാക്കി. 10+2 എന്ന നിലവിലെ ഘടനയിൽ നിന്നും 5+3+3+4 എന്നുള്ള ഘടനയിലേക്കൊരു മാറ്റമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2020 ജൂലൈ 29 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത്. 2020 ജൂലൈ 29. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. 5ാമത്തെ വർഷമാണ് ഇനി നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചതിൻ്റെ 5ാം വാർഷികമാണ് ഇനി വരുന്നത്. ഇതിൻ്റെ ഘടനാപരമായിട്ടുള്ള മാറ്റത്തെ പറ്റിയിട്ടാണ് നമ്മളോട് ചോദ്യം ചോദിച്ചത്. ഈ ഘടനാപരമായ സ്ട്രക്ചറൽ ചേഞ്ച് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നതാണ് നമുക്ക് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. 4 ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. പ്രീ പ്രൈമറി ഘട്ടം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഫൗണ്ടേഷൻ സ്റ്റേജ്, 3 മുതൽ 8 വയസ്സ് വരെ 3 വർഷത്തെ പ്രീ പ്രൈമറി ക്ലാസ്സിലത്തെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വർഷം നമ്മൾ അംഗനവാടിയിലൊക്കെ വിടുമല്ലോ, അങ്ങനെ. പിന്നെ 1ാം ക്ലാസ്, 2ാം ക്ലാസ്. രണ്ടാമത്തേത് അടിസ്ഥാന ഘട്ടം അഥവാ പ്രിപ്പറേറ്ററി സ്റ്റേജ്, 8 മുതൽ 11 വരെ. 3, 4, 5 ക്ലാസ്സിലെ കുട്ടികളാണ് 8 മുതൽ 11 വരെയുള്ള വയസ്സിനുള്ളിൽ ഉൾപ്പെടുന്നത്. അടുത്തതായിട്ട് തയ്യാറെടുപ്പ് ഘട്ടം, അതാണ് മിഡിൽ സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഇത് 11 മുതൽ 14 വയസ്സ് വരെയാണ് 6, 7, 8 ക്ലാസ്സുകളിലെ കുട്ടികൾ. ലാസ്റ്റ് വൺ സെക്കൻഡറി ഘട്ടം, 14 മുതൽ 18 വയസ്സ് വരെ 9, 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾ. പ്രീ പ്രൈമറി ഘട്ടം, അടിസ്ഥാന ഘട്ടം, തയ്യാറെടുപ്പ് ഘട്ടം, സെക്കൻഡറി ഘട്ടം. ഈ 4 ഘട്ടങ്ങളിലായിട്ട് 3 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ചോദിച്ച ചോദ്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കുറച്ച് ലക്ഷ്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഇതിൽ 2030 എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം, ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്നുള്ളൊരു ഐഡിയ ആണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ കൊണ്ടുവന്ന പ്രധാന പദ്ധതിയാണ് സ്റ്റാർസ്. ഈ 2020 NEP പറയുന്ന പ്രധാന പദ്ധതികളിൽ ഒന്നാണ് സ്റ്റാർസ് എന്നത്. സ്ട്രെങ്തനിങ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ്. 6 സ്റ്റേറ്റ്സിനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ മുമ്പ് വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. വിശദമായ വീഡിയോകൾ ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് നോക്കിയാൽ മതി. സ്റ്റാർസ് എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് ആണ്. ലോകബാങ്കിൻ്റെ സഹായത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് പരക്ക് എന്ന് പറയുന്നതാണ്. പരീക്ഷകൾ ഏകീകരിച്ച് കൊണ്ടുവരാനായിട്ടാണ് പരക്ക് എന്ന ഒരു സ്ഥാപനം രൂപീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് 2030 4 വർഷ ഇൻ്റഗ്രേറ്റഡ് BEd ഡിഗ്രി സമ്പ്രദായം കൊണ്ടുവരും എന്ന ആശയമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, അധ്യാപകർക്ക് ഒരു വർഷം 50 മണിക്കൂർ പ്രൊഫഷണൽ ട്രെയിനിങ് നൽകണം എന്ന നിർദ്ദേശമാണ്. അതുപോലെ യൂണിവേഴ്സിറ്റികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്നും ഗവേഷണ സ്ഥാപനങ്ങളെന്നും ഇവർ വിഭജിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയം, മാനവശേഷി വികസന മന്ത്രാലയം എന്ന പുതിയ പേര്
1986 മുമ്പ് ഉള്ളതുപോലെ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് തന്നെ പഴയ പേരിൽ ആക്കും എന്നൊരു നിർദ്ദേശം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതെല്ലാം തന്നെ വിശദമായിട്ട് മുൻപ് ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അടുത്ത ചോദ്യം തുടർന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് കോഗ്നിറ്റീവ് തിയറി, വൈജ്ഞാനിക വികാസം, ഇവയുടെയൊക്കെ ഒരു ഉപജ്ഞാതാവ് എന്നുള്ള, അതുപോലെ സ്കീമ, ഇതൊക്കെ ആരാണ് കൊണ്ടുവന്ന വ്യക്തി, ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും ജീൻ പിയാഷെ, അദ്ദേഹത്തെ പറ്റി അറിഞ്ഞിരിക്കുക. സ്കീമ എന്നുള്ളൊരു ഐഡിയ മുന്നോട്ട് വെച്ചതും കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞൻ എന്ന് വിളിച്ചതും, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ, ഒരു വൈജ്ഞാനിക ഘടന, അതെങ്ങനെ വികാസം പ്രാപിക്കുന്നു, കുട്ടികളുടെ ഉള്ളിൽ എങ്ങനെയാണ് ഈ വൈജ്ഞാനിക ഘടന വികാസം പ്രാപിക്കുന്നത് എന്നെല്ലാം പരീക്ഷണങ്ങളിലൂടെ പറഞ്ഞ ഒരു വ്യക്തിയാണ് ജീൻ പിയാഷെ. അദ്ദേഹത്തിൻ്റെ തോട്ടുകളോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കിപ്പോകേണ്ട മറ്റൊരു വ്യക്തി, 2-3 വട്ടം ചോദിച്ച മറ്റൊരു വ്യക്തി വൈഗോട്സ്കിയാണ്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതി ഭാഗം, അതുപോലെ തന്നെ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നീ ഐഡിയാസിനെ പറ്റിയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഐഡിയയാണ് സ്കഫോൾഡിങ് എന്നത്. അതും ചോദിച്ചിരുന്നു. സ്കഫോൾഡിങ് എന്താണെന്നും ആരുടേതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണ്. സ്കഫോൾഡിങ് വൈഗോട്സ്കിയുടെ ആശയമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്നത്തെ പഠനവുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ടായിരിക്കാം വൈഗോട്സ്കിയെയും പിയാഷെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പറ്റി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. കോപ്പറേറ്റീവ് ലെയിന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, ഇതിലെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള മെയിൻ സത്ത അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം എന്ന ആശയം തന്നെയാണ്. വൈഗോട്സ്കി സഹകരണാത്മക പഠനത്തിനും സഹവർത്തിത പഠനത്തിനും പ്രാമുഖ്യം നൽകണമെന്ന് ആവർത്തിച്ച് വാദിച്ച ഒരു വ്യക്തിയാണ്. ഓരോ പഠിതാവിനും ഒരു പഠന മേഖലയിൽ സ്വന്തം തന്നെ എത്തിച്ചേരാവുന്ന ഒരു വികസന തലം, അതിനെയാണ് കറന്റ് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. അതിൽ നിന്നും കൂടുതൽ അറിവുള്ള മറ്റൊരാളുടെ സഹായത്തോടെ എത്തിച്ചേരാവുന്ന കുറെ കൂടി ഉയർന്ന ഒരു വികാസ തലം, അതാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. ഈ രണ്ടിനും ഇടയിലുള്ളതാണ് സമീപസ്ഥ മണ്ഡലം അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഐഡിയ ഫിറ്റ് ചെയ്ത് ചോദിച്ചതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് മാത്രം, ഈ കറന്റ് എബിലിറ്റി ലെവലിൽ നിന്ന് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് കുട്ടിയെ എത്തിക്കാനുള്ള ഒരു സ്കഫോൾഡറാണ് എപ്പോഴും ടീച്ചർ എന്ന ആശയമാണ് വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ളത്. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ ഈ വൈജ്ഞാനിക തലത്തെ, അതിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സാഹചര്യങ്ങളും അതുപോലെ ശാരീരിക ആവശ്യങ്ങളും പാരമ്പര്യം, മുൻ അനുഭവം, പ്രായം, പക്വത എന്നിവയാണ്. ഇംഗ്ലീഷിൽ എൻവയോൺമെൻറ്റ്, ഹെറിഡിറ്ററി, പ്രിയർ നോളജ്, അതായത് മുന്നറിവ്, ആ കുട്ടിയുടെ ഏജ്, അതുപോലെ ഫിസിയോളജിക്കൽ നീഡ്സ്, ഇതെല്ലാം തന്നെ കുട്ടിയുടെ വളർച്ചയിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വൈഗോട്സ്കി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ആശയങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. മറ്റൊന്ന് ഇതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് മാത്രം, മറ്റൊരു ദിവസം ചോദിച്ച ചോദ്യമാണ് ക്രോണോളജിക്കൽ അപ്രോച്ച് എന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാമൂഹ്യശാസ്ത്ര ബോധനത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രോണോളജിക്കൽ അപ്രോച്ച് നമ്മൾ പറയുന്നത്. എങ്കിൽ പോലും ക്രോണോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ചരിത്ര സംഭവങ്ങളെയൊക്കെ അവ നടന്നു മുറക്കി മാസങ്ങളോ വർഷങ്ങളോ ഇതൊക്കെ ക്രമത്തിൽ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുന്ന ഒരു ഐഡിയയാണ്. ഈ ക്രോണോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ചാക്രികാരോഹണ രീതിയുമായിട്ട് എന്തെങ്കിലും ഡിഫറൻ്റ് ആണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ മിക്സായി പോകരുത്. ക്രോണോളജിക്കൽ അപ്രോച്ച് അഥവാ കാലാനുക്രമ സമീപനം, അത് സോഷ്യൽ പഠനത്തിന് ഉപയോഗിക്കുന്നതാണ്. ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നതും
കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ച ഒരു ടോപ്പിക്കാണ്. ബ്രൂണറാണ് ചക്രികാരോഹണ രീതി അഥവാ സ്പൈറൽ സമീപനം, അതിന് ഇംഗ്ലീഷിൽ സ്പൈറൽ സമീപനം എന്നാണ് പറയുന്നത്. ഈ ഒരു ഐഡിയ എന്താണ് എന്നതും കഴിഞ്ഞ ദിവസം ചോദിച്ചു. അത് കുട്ടികളിൽ ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങളിൽ കാണുന്നുണ്ടോ എന്നും ചോദിച്ചു. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങളെല്ലാം തന്നെ സ്പൈറൽ രീതിയിൽ അതല്ലെങ്കിൽ ചക്രികാരോഹണ രീതിയിൽ ആണ് രൂപീകരിച്ചിട്ടുള്ളത്. അതായത് കാഠിന്യം കുറഞ്ഞതിൽ നിന്ന് കാഠിന്യം കൂടിയതിലേക്ക് ആശയങ്ങൾ എത്തിക്കുന്ന രീതിയെയാണ് ചക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക്, പൂർണ്ണരൂപത്തിൽ നിന്ന് അംശരൂപത്തിലേക്ക്, ഇതെല്ലാമാണ് ചക്രികാരോഹണ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും ജെറോം എസ് ബ്രൂണർ എന്ന വ്യക്തിയാണ് ചക്രികാരോഹണ രീതി മുന്നോട്ട് വെച്ചത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും അതും അറിഞ്ഞിരിക്കുക. ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ എഡ്യൂക്കേഷൻ, സൈക്കോളജി വിഭാഗങ്ങളിൽ നിന്നുള്ളതായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, മിക്ക ദിവസങ്ങളിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. ഇതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കുകളിൽ, നിങ്ങളുടെ പുസ്തകങ്ങളിലും ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊന്നുകൂടി വായിക്കുക, ഉറപ്പിക്കുക. ഒരു നല്ല ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.